X200. ഇപ്പൊ നോക്കാനുള്ളത് എനിക്ക് നോക്കാനുള്ളത് എന്റെ ക്യാമറ ക്വാളിറ്റിയാണ്. അപ്പം X200 അല്ലേ, അപ്പം 200 MB മെഗാപിക്സൽ ക്യാമറ. നിങ്ങളെ നെട്ടിയാ ഇവിടെ ഒരാൾ നെട്ടിയിട്ടുണ്ട്. നെട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇവിടെ അടുത്ത് എന്തെങ്കിലും നോക്കാവേ. ഈ കാണുന്ന ഒരു ബോർഡ് ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. പക്ഷെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല, ആ അക്ഷരങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. സൂം ചെയ്യുമ്പോൾ അത് ഓപ്പൺ പീസ്, സിം ഇട്ടിട്ടില്ല, ജസ്റ്റ് ഓപ്പൺ പീസ് ആയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് പിന്നെ 6000 വെച്ച് ബാറ്ററി ഇട്ട് സംഭവം ഇതിപ്പം ഗൈസ് വിവോ X200 ഏകദേശം 1 ലക്ഷം രൂപ വില വരുന്ന ഒരു സാധനമാണ്. 1 ലക്ഷം രൂപ ഇല്ല, ഒരു 6000 രൂപ കുറവ് വരും. എന്നാലും ആ വില വരുന്ന സാധനമാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഗൈസ്, ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മൾ തരാൻ പോകുന്നത്. ഇത് ഒരു ഫ്രഷ് പീസാണ്, ജസ്റ്റ് സീൽ പോലും പൊട്ടിക്കാതെ ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാൻ വേണം. പക്ഷേ ഇത് യൂസ്ഡ് അല്ല, ഫ്രഷ് സാധനമാണ്. പക്ഷെ നമ്മളിത് പൊട്ടിക്കാൻ പോവുകയാണ്. സീല് പൊട്ടിച്ചു കഴിഞ്ഞാൽ കുറച്ച് എമൗണ്ട് കുറയും. ആ വില കുറച്ചല്ല, വലിയൊരു എമൗണ്ട് കുറയും. ആ വില എത്രയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോ മുന്നോട്ടേക്കാണ്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അങ്ങനെയാണ്, എന്നാലും നമ്മൾ ചെയ്യുമ്പം ഒരു കുറവ് വരരുതല്ല. അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് എത്ര രൂപയാണ് കിട്ടണമെന്ന് അറിയണ്ടേ? നോക്കാവേ. സാധനം ക്യാമറയൊക്കെ ഭയങ്കര ആഡംബരമാണ്. പൗച്ചിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അല്ല, ബോക്സിൻ്റെ അകത്ത് നമ്മളെ സിം ട്രേ വരുന്ന സിം റിമൂവർ വരുന്നുണ്ട്. അത് പൗച്ച് നോക്കട്ടെ. പൗച്ച് ബ്ലാക്ക് പൗച്ച് കൊള്ളാം കേട്ടോ, ഇതും കൊള്ളാം. ഇട്ട് വെക്കാം. ഓണാക്കി നോക്കിയില്ല. ഇതാണ് സാധനം, ബ്ലാക്ക് പൗച്ച്. വേറെ പൗച്ച് കിട്ടും കേട്ടോ, വേറെ പൗച്ച് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചു. ഇത് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണേ X200. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ള അതിൻ്റെ ചാർജർ, ഹെഡ്സെറ്റ്, പിന്നെ എല്ലാം കിട്ടില്ല. ബോക്സിനകത്തൊക്കെയാണ് വരുന്നത്. ചാർജർ, ഇന്നൊരു ഡാറ്റ കേബിൾ വരുമോ? ഡാറ്റ കേബിൾ, ഈ 2 സാധനം, 3 പൗച്ച്, ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടേ. ഓക്കെ, നമുക്ക് സാധനം എങ്ങനെയുണ്ടെന്ന് നോക്കാമേ. നമുക്ക് പുറത്ത് ക്യാമറ കിടന്ന് നോക്കാം. ജസ്റ്റ് നമ്മളിപ്പോൾ ബൂട്ടായി കയറണേ കേട്ടോ സാധനത്തിലോട്ട്. കുറച്ച് സ്കിപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഡിസ്പ്ലേ പൊളി സാധനം. ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കണം. നമ്മൾ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ഒന്നുകൊണ്ടേ ഇരിക്കണം നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. വില കൊണ്ടാ വിലയുണ്ട്, തരാം. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും പ്ലീസ്. ഹോൾഡ് ചെയ്തോളൂ, ബുദ്ധിമുട്ടുണ്ടോ? ഏറ്റവും കുറഞ്ഞ വിലയാണ്, 1 ലക്ഷം രൂപ അടുപ്പിച്ച് വരുന്ന സാധനമാണ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഞാൻ വില പറയട്ടോ. വേണ്ടേ, 60,000 രൂപയ്ക്ക് X200. വെറും 60,000 രൂപ. നിങ്ങളെ നെട്ടിയാ? ഇവിടെ ഒരാൾ നെട്ടിയിട്ടുണ്ട്. നെട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. 256 5 സ്റ്റോറേജ്, 2 days വെയിറ്റിംഗ്. സീരിയസ്ലി? സീരിയസ്. ഓക്കെ, താങ്ക് യു. ഗോൾഡ് ലോൺ, സ്വർണ്ണ പണയം വെച്ചെടുക്കാം. ഗൈസ്, സെറ്റ് ഏതായാലും ഞാൻ നോക്കുന്നത് എൻ്റെ ക്യാമറ ക്വാളിറ്റിയാണ്. വിലയൊക്കെ പിന്നെ നോക്കാം. ഇപ്പോൾ നോക്കാനുള്ളത്, എനിക്ക് നോക്കാനുള്ളത് എൻ്റെ ക്യാമറ ക്വാളിറ്റിയാണ്. അപ്പം X200 അല്ലേ, അപ്പം 200 MB മെഗാപിക്സൽ ക്യാമറയൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയൊക്കെ എനിക്കുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയതാണ്, ഇനി പഠിച്ചിട്ട് ഒന്ന് പറയാനൊന്നും എനിക്ക് വയ്യ. എന്നാലും അതിൻ്റെ സൂമിങ് ഒരു 100x ക്യാമറ, ഡിജിറ്റൽ സൂമിംഗ് ഒക്കെ വരുന്നൊരു സെറ്റാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ സൂമിങ് എവിടെ പോയത് ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗേറ്റിൻ്റെ കുറച്ച് ഫ്രണ്ടാണ് നിൽക്കുന്നത്. ഞാൻ ഇപ്പം സൂം ചെയ്യുന്നത് ഫസ്റ്റ് ഗേറ്റാണ്. ഈ ഫ്രണ്ടിൽ കാണുന്നില്ലേ, ഈ ഗേറ്റ് അല്ല ഞാൻ സൂം ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒപ്പത്തും ലോങ് കാണുന്ന ഒരു കവാടവാതിലുണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നൊരു വ്യക്തത ഇല്ല അല്ലേ, അങ്ങ് കയറി അങ്ങ് പോകുന്നു. നമുക്ക് ഇത് നോക്കാം, ഇവിടെ അടുത്ത് എന്തെങ്കിലും നോക്കാവേ. ഈ കാണുന്നൊരു ബോർഡ് ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. എൻ്റെ പൊന്നേ, ഇതൊക്കെ അടുത്ത് കാണിക്കുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. പക്ഷെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല, ആ അക്ഷരങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ സൂം ചെയ്യുമ്പം അതാണ് 100x ക്യാമറ എന്നൊക്കെ പറയുന്നത് അല്ലേ. 200 മെഗാപിക്സൽ കൊള്ളാം, സൂമിങ് കൊള്ളാം കേട്ടോ. ക്യാമറ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് കൊള്ളാം കേട്ടോ, സംഭവം വെടിക്കെട്ടേറ്റിനുണ്ട്. ഒരു 6000 mAh ബാറ്ററി എന്തോ ആണ് ഇതിൽ വരുന്നത്. ഇത് ഡയമണ്ട്സിറ്റിയാണ്, മെഡിടെക്കിൻ്റെ ഡയമണ്ട്സിറ്റി 9400 എന്താണ് ഇതിൽ വരുന്നത്. സംഭവമൊക്കെ പൊളി തന്നെ കേട്ടോ.
പ്രൊസസ്സറൊക്കെ കൊള്ളാം. ഗെയിമിങ്ങിന് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഗെയിമിങ് സാധനം തന്നെയാണ് ഡയമൻസിറ്റി. പിന്നെ 6000 വെച്ച് ബാറ്ററി ഹെൽത്ത് സംഭവം. ഇതിപ്പം 16 GB റാമൊക്കെ വരുന്നുണ്ട്. സൂമിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഇടിച്ച് കയറിയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ 3.7 ഡിജിറ്റൽ എക്സ് സൂമിങ് ഒക്കെ ഉണ്ട്. ക്യാമറയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അപ്പോൾ ക്യാമറ പെർഫോമൻസിന് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സാധനം. വിവോ V60 നമ്മളിപ്പോൾ ജസ്റ്റ് ഓപ്പൺ പീസല്ലേ, അപ്പം നല്ല വില കുറയുന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യ്. 6.78 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ കൊള്ളാം കേട്ടോ. ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഡിസ്പ്ലേ കാണാൻ. ഇതാണ്ട് 256 അല്ല 512 സ്റ്റോറേജ്, 16 GB റാം, എല്ലാം കൊള്ളാം. ഡിസ്പ്ലേ ആണെങ്കിൽ അപാര സാധനം. ഇതിപ്പം ജസ്റ്റ് ഉപയോഗിച്ചൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഓപ്പൺ പീസാണ്. ഇതിപ്പോൾ എൻ്റെ കിട്ടുന്ന ഒരു സീൽഡ് പീസ്, ഫ്രഷ് പീസായിരുന്നു. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മാറി ഒരു ജസ്റ്റ് ഓപ്പൺ പീസ്, സിം ഇട്ടിട്ടില്ല, ജസ്റ്റ് ഓപ്പൺ പീസ് ആയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇത് 60,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ജസ്റ്റ് ഓപ്പൺ പീസാണ്. ആമസോൺ എടുത്ത് നോക്കിയാണ് ഇനി 1,00,000 രൂപയുടെ 1,00,000 രൂപ വില കൊണ്ട് സാധനമാണ്. വെറും 60 ജസ്റ്റ് ഓപ്പൺ ചെയ്തു എന്നുള്ള നിലയിൽ 60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് വേണമെങ്കിൽ എൻ്റെ നമ്പർ അറിയില്ല, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എത്രയും പെട്ടെന്ന് കോൾ ചെയ്താൽ എത്രയും പെട്ടെന്ന് ഞാൻ കൊറിയർ ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. വീണ്ടും വിളിക്കും. നല്ലൊരു കിടിലൻ സ്മാർട്ട് ഫോണുമായിട്ട് ഞാൻ വീണ്ടും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യും. നിങ്ങളെ കൂട്ടുകാർക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ എന്തിനാണ് 1,00,000 രൂപ കൊടുക്കണം? അതിൻ്റെ പകുതി വിലയ്ക്ക്, ഒന്നല്ല പകുതി, സെറ്റിൻ്റെ നേരെ പകുതി വിലയ്ക്ക് നമ്മൾ സാധനം തരും. ജസ്റ്റ് നല്ല വീഡിയോ കാണാം. ബൈ.